പല റീസൺ കൊണ്ട് നമുക്ക് ഹെയർ ഫാൾസ് ഉണ്ടാകാം. സ്ട്രെസ്സ്, ആൻറ്റിബയോട്ടിക്സ് കൂടുതലെടുക്കുന്നത് കൊണ്ട്, പെട്ടെന്ന് ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഹെയർ ഫാൾസ് ഉണ്ടാകാം. അപ്പം മേ ബി ഏജിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഉച്ചിഭാഗം, അത് കുട്ടികൾക്കുണ്ട്, ഒരു മിഡിൽ ഏജിലുണ്ട്, നമുക്ക് ഷാമ്പു വാഷ് ചെയ്തും ഡ്രൈ ഡാമേജ് ആയി പോകും. നമുക്ക് ഉച്ചിഭാഗം, അതായത് തലയോട്ടി നെറുക എന്ന് പറയും, ആ ഏരിയയിൽ നമുക്ക് വിഷ്വലായിട്ട് നമ്മുടെ തലയോട്ടി കാണാവുന്ന, അതായത് ക്രൗൺ ഏരിയ എന്ന് പറയും, ആ കാണാവുന്ന ഏരിയയിൽ നമുക്ക് എങ്ങോട്ട് ചീകിയാലും ഡിവൈഡ് ചെയ്താൽ ഒരു രക്ഷയില്ലാത്ത ഒരു സന്ദർഭം വരാം. ആ സമയത്ത് നമുക്ക് എങ്ങനെ അവിടെ ഒരു കവറിങ് കൊടുക്കാൻ പറ്റും? പലതരം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കാണെങ്കിലും ഹെയർ ഫാൾസ് ഉണ്ടാകാം. മേ ബി ഫ്രണ്ട് ഏരിയയിൽ ഹെയർ കുറച്ചുണ്ടെങ്കിൽ നമുക്കതിനെ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തി നമ്മുടെ സ്കാൽപ്പിനെ, അതായത് പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം, ഡൈ ചെയ്യാൻ പറ്റാത്തവർക്ക്, അലർജി ഫോം ഉള്ളവർക്ക് നമുക്ക് വളരെയധികം പ്രയോജനം ആയിട്ടുള്ളൊരു ടിപ്സാണ് ഇത്. ക്രൗൺ കവറിങ് സെക്ഷൻ നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ സേഫാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കൂ എല്ലാവരും.